തിരുവനന്തപുരത്തെ കോൺഗ്രസ് ക്യാമ്പുകളിൽ വലിയ സന്തോഷമാണ് കാണുന്നത്. കാരണം ഒരു തെരഞ്ഞെടുപ്പിൽ ജയിച്ചതുകൊണ്ടല്ല, മറിച്ച് തെരഞ്ഞെടുപ്പിൽ വിശ്വസിച്ച് സ്ഥാനാർത്ഥിയാക്കി ജയിപ്പിച്ചു വിട്ട ചില മെമ്പർമാർ അവസാനം ചതിച്ചു പോയി. ആ മെമ്പർമാരെ കമ്മീഷൻ ഇപ്പോൾ അയോഗ്യരാക്കിയിരിക്കുകയാണ്. അതായത് തിരുവനന്തപുരം ജില്ലയിലെ കാരോട് ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റ് അടക്കം 5 അംഗങ്ങളെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വലിച്ച് പുറത്തിട്ട് അയോഗ്യരാക്കിയത്. 2020 കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിച്ച ശേഷം കൂറുമാറി LDFിനൊപ്പം ചേർന്ന് ഭരണസമിതിയെ അട്ടിമറിച്ചതിലാണ് ഇപ്പോൾ നടപടി വന്നിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കൂറുമാറ്റ നിരോധന നിയമപ്രകാരമാണ് അയോഗ്യത ലഭിച്ചത്. 6 വർഷത്തേക്കിനി അവർക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനും ആകില്ല. തെരഞ്ഞെടുപ്പ് അടുത്തെത്തി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഈ വഞ്ചകർക്കിനി തെരഞ്ഞെടുപ്പ് നടക്കുന്നതിൻ്റെ ഭാഗത്തേക്ക് നോക്കാൻ കഴിയില്ല എന്നുള്ളത് കോൺഗ്രസിന് വലിയ സന്തോഷമായി, ജനാധിപത്യത്തിൻ്റെ വലിയ വിജയമായി മാറിയിരിക്കുന്നു. നമുക്കറിയാം, അധികാരത്തിൻ്റെ അപ്പക്കഷണത്തിന് വേണ്ടി സ്വന്തം പാർട്ടിക്ക് വില പറഞ്ഞു പോയ അവസരവാദ രാഷ്ട്രീയത്തിലെ അഭിനവ യുദാസുകൾക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ശിക്ഷ തന്നെയാണ് ഈ ജനാധിപത്യ രാജ്യം നൽകിയിരിക്കുന്നത്. അതായത് കാരോട് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് CA ജോസ്, വൈസ് പ്രസിഡന്റ് സൂസി മോൾ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ എഡ്വിൻ സാം, ഏഞ്ചൽ കുമാരി, ജാസ്മിൻ പ്രഭ എന്നിവർക്കെതിരെയാണ് ഇപ്പോൾ നടപടി വന്നിരിക്കുന്നത്. എല്ലാവരും കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിച്ച് കൈപ്പത്തി ചിഹ്നത്തിൽ ജയിച്ചവരാണ്. കോൺഗ്രസ് സീറ്റിൽ മത്സരിച്ച് വിജയിച്ച ഇവർ കോൺഗ്രസിൻ്റെ ഭരണസമിതിയെ തന്നെ അട്ടിമറിച്ചുകൊണ്ട് ഇടതുപക്ഷവുമായി ചേർന്ന് ഭരണം പിടിച്ചെടുക്കുകയായിരുന്നു. 2023 ഈ സംഭവം നടന്നത്. നമുക്കറിയാം, ആകെയുള്ള 19 സീറ്റുകളിൽ 10 എണ്ണവും ജനങ്ങൾ കോൺഗ്രസിനെ വിജയിപ്പിച്ചതാണ്. ഇവിടെ കോൺഗ്രസ് ഇവിടെ ഒറ്റയ്ക്ക് ഭരണം നേടിയിട്ടും മര്യാദയ്ക്ക് പാർട്ടി താല്പര്യങ്ങൾ നോക്കാതെ അതിനനുസരിച്ച് ഭരിക്കാതെ സ്വന്തം പാർട്ടിയെ തന്നെ ഭരണം അട്ടിമറിച്ച് LDFിനൊപ്പം കൂടുകയായിരുന്നു ഈ വഞ്ചകർ. തൽക്കാലത്തെ ഒരു സുഖം, അങ്ങനെ തൽക്കാലത്തെ ഒരു അമിത ആവേശത്തിൽ വൃത്തികെട്ട രാഷ്ട്രീയം കളിച്ചവർക്കിനി തെരഞ്ഞെടുപ്പിൽ പോലും മത്സരിക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല, ജനങ്ങളിലുള്ള വിശ്വാസവും ഇതോടുകൂടി നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതായത് പാർട്ടി മാറുന്നതൊക്കെ അവരവരുടെ ഇഷ്ടം, അത് സ്ഥാനം രാജിവെച്ചിട്ട് വേണം പോകാൻ വേണ്ടി. അല്ലാതെ ജനങ്ങൾ നൽകിയ ഒരു പദവിയും ഉപയോഗിച്ച് ജനാധിപത്യ രീതിക്ക് അപമാനമായി ഭരണസമിതിയെ അട്ടിമറിച്ച് നേടുന്ന ഇത്തരം സ്ഥാനമാനങ്ങളെല്ലാം കൂടുതൽ പോകില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ ജനാധിപത്യ രാജ്യം നൽകിയിരിക്കുന്നത്. ഈ വഞ്ചനയാണ്, അതിനുള്ള ശിക്ഷയാണ് വഞ്ചകർക്ക് കിട്ടിയത്. അത് ജനാധിപത്യം വിജയിച്ചു എന്ന് തന്നെ പറയാം. ഒപ്പം പാർട്ടി പ്രവർത്തകർ വലിയ ആവേശത്തിലുമായിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം.